യാഥാർത്ഥ്യങ്ങളെ സിനിമയാക്കുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ? അത്തരം ചിത്രങ്ങളെ പ്രേക്ഷകർക്കും വലിയ താല്പര്യമാണ്. ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന ടാഗ്ലൈൻ ഒരു ചിത്രത്തിന്റെ പോസ്റ്ററിൽ കണ്ടാൽ ആരും ഒന്ന് ശ്രദ്ധിച്ചു പോകും എന്നത് ഉറപ്പാണ്. 69ാമത് ഫിലിം ഫെയർ അവാർഡ്സ് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്നപ്പോൾ ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും ആർജവം കൊണ്ട് നിർമ്മിച്ച ബയോഗ്രഫിക്കൽ ഇൻസ്പിറേഷണൽ ചിത്രവും കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ മാസ് ചിത്രവും തമ്മിലായിരുന്നു മത്സരം എന്ന് തന്നെ പറയാം. ട്വൽത്ത് ഫെയിൽ ആയ IPS മനോജ് കുമാർ ശർമ്മയുടെ യഥാർത്ഥ ജീവിതം തന്നെയാണ് ചിത്രത്തിലുടനീളം കാണിക്കുന്നത്. പരാജയത്തെ വിജയത്തിന്റെ മുന്നോടിയായി കണ്ട് വലിയ ഒരു പോരാട്ടം തന്നെ നടത്തിക്കൊണ്ട് തന്റെ സ്വപ്നം നേടിയെടുത്ത മനോജ് കുമാർ തന്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കടന്നു വന്ന വഴികളും പ്രയത്നങ്ങളും മറ്റുള്ളവർക്ക് പ്രചോദനമാവട്ടെ എന്ന് കരുതുകയായിരുന്നു. IPS മനോജ് കുമാർ ശർമ്മയെ അപ്പാടെ ഒപ്പിയെടുത്ത് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു സംവിധായകൻ വിധു വിനോദ് ചോപ്ര. ജീവിതത്തിലെ കഥാപാത്രത്തിന് സിനിമയിൽ ജീവൻ കൊടുത്തത് ഹിന്ദി യുവനടൻ വിക്രാന്ത് മാസി ആയിരുന്നു. അസാധ്യ പ്രകടനമാണ് ചിത്രത്തിൽ മാസി കാഴ്ചവച്ചിരിക്കുന്നതെന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഹിന്ദിയിലാണ് ചിത്രം റിലീസ് ചെയ്തതെങ്കിലും പ്രേക്ഷക പിന്തുണ കൊണ്ട് പിന്നീട് തമിഴ്, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിലേക്ക് കൂടി ഡബ്ബ് ചെയ്ത് സൗത്ത് ഇന്ത്യയിലും ചിത്രത്തിന്റെ വിജയമുറപ്പിച്ചു ട്വൽത്ത് ഫെയിൽ എന്ന ടീം. നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒരേപോലെ ചർച്ചാ വിഷയമായ വിവാദ ചിത്രം അനിമൽ ഹിന്ദി ചിത്രങ്ങളുടെ പല റെക്കോർഡുകളെയും തിരുത്തിക്കുറിച്ചിരുന്നു. നിർമ്മാണ മികവ് കൊണ്ടും അഭിനയം കൊണ്ടും വയലൻസ് കൊണ്ടുമൊക്കെ ചിത്രം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ബോക്സ് ഓഫീസിൽ നല്ല കളക്ഷൻ തന്നെ ചിത്രത്തിന് നേടാൻ കഴിഞ്ഞിരുന്നു. പ്രണയത്തിനും വൈകാരികതയ്ക്കും അപ്പുറം വളരെ ശക്തമായൊരു പ്രതികാരത്തിന്റെ കഥ കൂടിയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. അഭിനയ ജീവിതത്തിൽ എന്നും ഓർത്തുവെക്കാവുന്ന ഒന്ന് തന്നെയാണ് അനിമൽ എന്ന ചിത്രത്തിലെ തന്റെ കഥാപാത്രമെന്ന് രൺബീർ കപൂർ അഭിപ്രായപ്പെട്ടപ്പോൾ അത് വളരെ ശരിയാണെന്നായിരുന്നു പ്രേക്ഷകരുടെയും പ്രതികരണം. രൺബീറിനെ കൂടാതെ ബോബി ഡിയോൾ, അനിൽ കപൂർ, രശ്മിക മന്ദാന തുടങ്ങിയ താരങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ച സിനിമ തന്നെയായിരുന്നു അനിമൽ. സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്ത ഈ ചിത്രവും തമിഴ്, മലയാളം, തെലുഗു, കന്നഡ എന്നീ ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്തിരുന്നു. ഈ രണ്ട് ചിത്രങ്ങളുമായിരുന്നു ഇത്തവണത്തെ ഫിലിം ഫെയർ അവാർഡ്സിൽ പരോക്ഷമായ പോരാട്ടം കാഴ്ചവെച്ചത്. പല വിഭാഗങ്ങളിലായി ട്വൽത്ത് ഫെയിൽ എന്ന ചിത്രത്തിന് 5 അവാർഡുകൾ ലഭിച്ചപ്പോൾ അനിമൽ എന്ന ചിത്രത്തിന് 6 അവാർഡുകളാണ് ലഭിച്ചത്. മികച്ച നായകനുള്ള അവാർഡ് രൺബീർ നേടിയപ്പോൾ ക്രിട്ടിക് വിഭാഗത്തിലെ മികച്ച നായകനുള്ള അവാർഡ് വിക്രാന്ത് സ്വന്തമാക്കി. കൂടാതെ മികച്ച ചിത്രം, സംവിധായകൻ, തിരക്കഥ, എഡിറ്റിംഗ് എന്നീ അവാർഡുകളാണ് ട്വൽത്ത് ഫെയിൽ എന്ന ചിത്രത്തിന് ലഭിച്ചത്. മികച്ച പിന്നണി ഗായിക, പശ്ചാത്തല സംഗീതം, സൗണ്ട് ഡിസൈൻ എന്നീ പ്രധാന അവാർഡുകൾ അനിമൽ എന്ന ചിത്രത്തിനും ലഭിച്ചു. മികച്ച നായകൻ രൺബീർ കപൂർ നേടിയപ്പോൾ മികച്ച നായിക എന്ന പുരസ്കാരം റോക്കി ഓർ റാണി കി പ്രേം കഹാനി എന്ന ചിത്രത്തിന് ആലിയ ഭട്ട് നേടിയത് കൗതുകമുണർത്തി. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ്.